ഒത്തിരിയേറെ വേദനയോടുകൂടി തന്നെയാണ് ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന വെളിപാടിന്റെ ദർശനങ്ങൾ ലഭിച്ച, സുവിശേഷം രചിച്ച, ലേഖനങ്ങൾ രചിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോൺ ബസിലിക്കയുടെ അവശേഷിപ്പുകൾ സന്ദർശിക്കേണ്ടി വന്നത്. ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ പ്രാർത്ഥനകൾ കൊണ്ടും ക്രൈസ്തവ ഗാനങ്ങൾ കൊണ്ടും മുഖരിതമായിരുന്ന ദേവാലയത്തിന്റെ അകത്തളം ഇന്ന് തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. വളരെയേറെ വേദനയുളവാക്കിയ ഒരു കാഴ്ച തകർന്നു കിടക്കുന്ന ഈ ബസിലിക്കയുടെ അവശേഷിപ്പുകളിലൂടെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കല്ലറയിലൂടെയൊക്കെ നായ്ക്കളും പൂച്ചകളുമൊക്കെ കയറിയിറങ്ങി നടക്കുന്നു എന്നതാണ്. ആദിമ നൂറ്റാണ്ടുകളിൽ വിശുദ്ധരായിട്ടുള്ള വൈദികരും ശ്രേഷ്ഠരുമൊക്കെ പരിശുദ്ധ കുർബാനയർപ്പിച്ചിരുന്ന അൾത്താര ഇന്ന് തകർന്നു കിടക്കുന്നു. ആ അൾത്താരയിലും വിശുദ്ധ സ്ഥലത്തുമൊക്കെ ഇന്ന് നായ്ക്കളും പൂച്ചകളുമൊക്കെ കയറിയിറങ്ങി നടക്കുന്ന കാഴ്ച ആഴത്തിൽ ദുഃഖമുളവാക്കുന്നതാണ്. ദൈവപുത്രന്റെ മനുഷ്യാവതാര കാലത്ത് കൂടെ നടക്കുവാനും പുനരുത്ഥാനത്തിന്റെ നായകനെ പത്മോസിന്റെ വിജനതയിൽ വെച്ച് മുഖാമുഖം ദർശിക്കുവാനും ഭാഗ്യം ലഭിച്ച യോഹന്നാന്റെ ഭൗതിക ശരീരം അലിഞ്ഞു ചേർന്ന മണ്ണിൽ നിൽക്കുമ്പോൾ ഒരു പ്രാർത്ഥന മാത്രമേ മനസ്സിലുള്ളൂ. ആദിമ അപ്പസ്തോലന്മാരുടെയും ദൈവമാതാവിന്റെയും പാദസ്പർശനത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ മണ്ണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണമേ എന്ന പ്രാർത്ഥന.